വളരെ അപൂർവമായി മാത്രമാണ് ലാലേട്ടൻ നമ്മുടെ അനുമോളെ പ്രശംസിക്കുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. അതായത് ബി ഡാൻസ് മാരത്തോൺ ടാസ്കിലെ പെർഫോമൻസിനാണ് അനുമോളെ ലാലേട്ടൻ പ്രശംസിച്ചത്. അതായത് കിലുക്ക സിനിമയിൽ തന്നോടൊപ്പം അഭിനയിച്ച രേവതി നടത്തിയ പെർഫോമൻസിനോളം എത്തിയ പെർഫോമൻസ് ആയിരുന്നു അനുമോളുടെ പെർഫോമൻസ് എന്നും കണ്ടിരിക്കാൻ രസമുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും അനുമോൾക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ടെന്നൊക്കെ ലാലേട്ടൻ തമാശയ്ക്ക് പറയുന്നുണ്ട്. എന്താണ് അനുമോളുടെ പെർഫോമൻസിനെ പറ്റി മറ്റുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കാര്യം ബേസിക്കലി അനുമോൾ ഒരു ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ട് തന്നെ അനുമോൾ അത്യാവശ്യം നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ രേവതിയായിട്ട് കിലുക്ക സിനിമയിലെ ആ നന്ദിനി തമ്പുരാട്ടിയായിട്ട് നല്ല രീതിയിൽ പ്രശംസ അർഹിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് അനുമോൾ കാഴ്ചവെച്ചതെന്ന് ലാലേട്ടൻ പറയുന്നു. അപ്പോൾ അനുമോൾ ഭയങ്കരമായി സന്തോഷം പറയുന്നു. കാര്യം ലാലേട്ടനെ പോലെ ഒരാളെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രശംസ നേടിയത് ഏറ്റവും വലിയ അവാർഡിന് തുല്യമാണെന്നും അത് ആ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച ആളാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ ഒരു അഭിനന്ദനം കിട്ടിയപ്പോൾ എനിക്ക് ഇനി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവാർഡാണെന്നും അനുമോൾ തിരിച്ചു പറഞ്ഞു. എന്തായാലും വളരെ രസകരമായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു. സാധാരണ എപ്പോഴും അനുമോളെ ലാലേട്ടൻ വഴക്ക് പറയുന്നു, ദേഷ്യപ്പെടുന്നു എന്നൊക്കെയാണല്ലോ ആരാധകരുടെ പരാതി. അത് മാറ്റി പകരം അനുമോളെ ഒരുപാട് പ്രശംസിച്ച് അഭിനന്ദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. അതിൽ നിന്ന് മനസ്സിലാക്കാം ലാലേട്ടൻ അങ്ങനെ ഒരു മത്സരാർത്ഥിയോട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. നല്ലത് കണ്ട നല്ലതെന്ന് പറയും, മോശമായിട്ടുള്ള കാര്യം കണ്ടാൽ അത് തിരുത്താൻ വേണ്ടി നല്ല കാര്യങ്ങൾ അല്പം വഴക്കായിട്ട് പറയണമെങ്കിൽ അതും പറയും. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഹോസ്റ്റ് എന്ന രീതിയിൽ ലാലേട്ടൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇത്തവണ അനുമോൾ ചെയ്ത നല്ല പ്രവൃത്തിയെ ലാലേട്ടൻ അഭിനന്ദിച്ചു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട ബിഗ് ബോസ് വാർത്ത. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള കൂടുതൽ എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.